സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. പലസ്തീൻ തീവ്രവാദി, ജൂതവിരോധി, ജിഹാദി, കിറുക്കൻ കമ്മ്യൂണിസ്റ്റ് ഇങ്ങനെയുള്ള സകലമാന ആക്ഷേപങ്ങളെയും മറികടന്ന് സാക്ഷാൽ ട്രംപിനെ തന്നെ തറപറ്റിച്ച് ന്യൂയോർക്കിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ് സൊഹ്റാൻ മംദാനി. Thank you to the next generation of New Yorkers who refuse to accept that the promise of a better future was a relic of the past. We will fight for you because we are you. Or as we say on Steinway, ana minkum wa ilaykum. അന മിൻകും വ അലൈക്കും, ഞാൻ നിങ്ങളിൽ നിന്നാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ്. ന്യൂയോർക്ക് മേയറാക്കിയ ജനങ്ങൾക്ക് ശക്തമായ രാഷ്ട്രീയ സന്ദേശമാണ് ഈ അറബി വാക്കിലൂടെ സൊഹ്റാൻ മംദാനി നൽകുന്നത്. എന്തിനും ഏതിനും ഞാനുണ്ടാകും, കാരണം ഞാൻ നിങ്ങളിൽ നിന്നുള്ളയാളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പലസ്തീൻ അനുകൂലിയായ, നെതന്യാഹു വിരോധിയായ സൊഹ്റാന്റെ വിജയം പല കാരണങ്ങൾ കൊണ്ടാണ് ഇത്രയധികം പ്രകാശപൂരിതമാകുന്നതും അർത്ഥവത്താകുന്നതും. പുരോഗമന കാഴ്ചപ്പാടും സാധാരണക്കാരുടെ മനസ്സറിഞ്ഞുള്ള നിലപാടുകളുമാണ് സൊഹ്റാന്റെ പൊതുസ്വീകാര്യത കൂട്ടിയത്. സൊഹ്റാൻ മത്സരിച്ചത് കൊണ്ടാണ് ഒരു നഗരത്തിന്റെ മേയർ തിരഞ്ഞെടുപ്പ് ഇത്രയധികം വാർത്താ പ്രാധാന്യം നേടിയത്. വിജയം പ്രഖ്യാപിച്ചുകൊണ്ട് സൊഹ്റാൻ മംദാനി നടത്തിയ പ്രസംഗത്തിൽ ന്യൂയോർക്കുകാർക്ക് വ്യക്തമായ സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. പ്രധാനമായും 3 കാര്യങ്ങൾക്കാണ് പ്രസംഗത്തിൽ ഊന്നൽ. 1, താൻ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം നടപ്പാക്കും. 2, ന്യൂയോർക്ക് കുടിയേറ്റക്കാർ ഉൾപ്പെടെ എല്ലാവർക്കും വേണ്ടിയുള്ള നഗരമായിരിക്കും. ജനുവരി മുതൽ ന്യൂയോർക്ക് ഭരിക്കുന്നത് ഒരു കുടിയേറ്റക്കാരനായിരിക്കും, അതായത് സൊഹ്റാൻ മംദാനി ആയിരിക്കും. 3, ട്രംപിന്റെ നയങ്ങൾ ഇനി ന്യൂയോർക്കിൽ നടപ്പാക്കില്ല, ശക്തമായി ചേർത്ത് തോൽപ്പിക്കും. ട്രംപിന്റെ ജന്മസ്ഥലമാണ് ന്യൂയോർക്ക്. ട്രംപിന്റെ ബിസിനസ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന സ്ഥലവുമാണ് ന്യൂയോർക്ക്. ആ നഗരം ഇനി ഭരിക്കാൻ പോകുന്നത് ട്രംപ് കിറുക്കൻ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ച് ആക്ഷേപിച്ച സൊഹ്റാൻ മംദാനിയാണ്. ട്രംപിനുള്ള ചുട്ട മറുപടി സൊഹ്റാൻ തന്റെ പ്രസംഗത്തിലൂടെ കൊടുത്തിട്ടുമുണ്ട്. ഡൊണാൾഡ് ട്രംപെ, നിങ്ങൾ ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് നിങ്ങളോട് 4 വാക്കുകൾ പറയാനുണ്ട്. ശബ്ദം കൂട്ടിവെക്കുക എന്നാണ് മംദാനി പറയുന്നത്. So Donald Trump, since I know you're watching, I have 4 words for you. Turn the volume up. അതിനുശേഷം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: മോശം സ്വഭാവമുള്ള ഭൂ ഉടമകളെ നമ്മൾ കണക്കിൽ കൊണ്ടുവരും. കാരണം നമ്മുടെ നഗരത്തിൽ ഡൊണാൾഡ് ട്രംപുമാർ അവരുടെ വാടകക്കാരെ വളരെയധികം ദ്രോഹിക്കുന്നവരാണ്. ട്രംപിനെ പോലുള്ള ശതകോടീശ്വരന്മാർക്ക് നികുതി ഒഴിവാക്കാനും നികുതി ഇളവുകൾ ചൂഷണം ചെയ്യാനും അനുവദിച്ച അഴിമതിയുടെ സംസ്കാരത്തിന് നമ്മൾ അറുതി വരുത്തും. യൂണിയൻകാർക്കൊപ്പം നമ്മൾ നിലകൊള്ളുകയും തൊഴിൽ സംരക്ഷണം വിപുലീകരിക്കുകയും ചെയ്യും. കാരണം അധ്വാനിക്കുന്ന ആളുകൾക്ക് ഇരുമ്പുറപ്പുള്ള അവകാശങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന മുതലാളിമാർ വളരെ ചെറുതായി പോകുമെന്ന് ഡൊണാൾഡ് ട്രംപിനെ പോലെ ഞങ്ങൾക്കും അറിയാം. ഇതാണ് ട്രംപിനുള്ള സൊഹ്റാന്റെ മറുപടി. അതായത് ന്യൂയോർക്ക് ഇനി സമ്പന്നരായ ട്രംപുമാർക്കുള്ളതല്ല, സാധാരണക്കാരുടേതാണ് എന്നാണ് സൊഹ്റാൻ പ്രഖ്യാപിക്കുന്നത്. സൊഹ്റാൻ വിജയിച്ചാൽ ന്യൂയോർക്കിനുള്ള എല്ലാ ഫെഡറൽ ഫണ്ടുകളും റദ്ദാക്കും എന്നാണ് ട്രംപിന്റെ ഭീഷണി. ഈ ഭീഷണിയെയും വിദ്വേഷ പ്രചാരണങ്ങളെയും മറികടന്നാണ് സൊഹ്റാൻ വിജയിച്ച് കയറിയിട്ടുള്ളത്. സൊഹ്റാന്റെ ജനപിന്തുണയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ന്യൂയോർക്കിലെ സാധാരണക്കാർക്ക് വേണ്ടി മുന്നോട്ട് വെച്ച ആശയങ്ങളായിരുന്നു. നഗരത്തിന്റെ ജീവിത ചെലവ് കുറയ്ക്കുമെന്ന വാഗ്ദാനമായിരുന്നു. ജനങ്ങളുടെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ ഉയർത്തി അദ്ദേഹം പ്രചാരണവുമായി മുന്നോട്ട് പോയി. അതുകൊണ്ട് തന്നെ മറ്റൊന്നും, അതായത് ട്രംപിന്റെ ഭീഷണിയോ വിദ്വേഷ പ്രചാരണമോ ഒന്നും മംദാനിയുടെ പ്രചാരണത്തെയോ മംദാനിയുടെ വിജയത്തെയോ അല്ലെങ്കിൽ മംദാനിയുടെ ജനസ്വാധീനത്തെയോ ഏശിയില്ല. ന്യൂയോർക്കിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ, സൊഹ്റാന്റെ പ്രായം 34 വയസ്സ് മാത്രമാണ്. ആദ്യ സോഷ്യലിസ്റ്റ് മേയർ, ആദ്യ മുസ്ലിം മേയർ, ഇങ്ങനെ നിരവധി വിശേഷണങ്ങളുമായാണ് സൊഹ്റാൻ മംദാനി ന്യൂയോർക്കിന്റെ മേയർ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. വിജയം പ്രഖ്യാപിച്ചുകൊണ്ട് സൊഹ്റാൻ നടത്തിയ പ്രസംഗം ഏറെ ശ്രദ്ധേയമാണ്. അതിലെ ചില ഭാഗങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ബാക്കിയുള്ള പ്രധാന ഭാഗങ്ങൾ കൂടി മലയാളത്തിലാക്കി അവതരിപ്പിക്കുകയാണ്.
തീർച്ചയായും കേട്ടിരിക്കേണ്ട പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. സൊഹ്റാൻ എന്തുകൊണ്ടാണ് മേയറായി എന്നതിനുള്ള ഉത്തരവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളും ഉൾക്കൊള്ളുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം. ആ പ്രസംഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: എൻ്റെ കൂട്ടുകാരെ, ഇന്ന് വൈകിട്ട് ന്യൂയോർക്കിൽ സൂര്യൻ അസ്തമിക്കും. പക്ഷേ മനുഷ്യരാശിക്ക് നല്ലൊരു പ്രഭാതം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ന്യൂയോർക്കിലെ സാധാരണ തൊഴിലാളികളോട് ധനികരും സ്വാധീനമുള്ളവരും എന്നും പറഞ്ഞിരുന്നത് അധികാരം നിങ്ങളുടെ കൈകളിലല്ല എന്നാണ്. വെയർഹൗസ് തറയിൽ നിന്ന് പെട്ടികൾ ഉയർത്തി തഴമ്പിച്ച വിരലുകൾ, ഡെലിവറി ബൈക്കിൻ്റെ ഹാൻഡിൽ ബാറിൽ ഉരഞ്ഞ് കട്ടിയായ കൈപ്പത്തികൾ, അടുക്കളയിലെ പൊള്ളലുകളാൽ പാടുകളുള്ള കൈമുട്ടുകൾ, ഇതൊന്നും അധികാരം പിടിക്കാൻ അനുവദിക്കുന്ന കൈകളായിരുന്നില്ല. എന്നിട്ടും കഴിഞ്ഞ 12 മാസമായി നിങ്ങൾ അതിലും വലുതിനു വേണ്ടി ധൈര്യത്തോടെ എനിക്കൊപ്പം കൈനീട്ടി. ഇന്ന് രാത്രി എല്ലാ പ്രതിബന്ധങ്ങളെയും തോൽപ്പിച്ച് നമ്മൾ അത് പിടിച്ചടക്കിയിരിക്കുന്നു. ഈ നഗരത്തിൻ്റെ ഭാവി അത് നമ്മുടെ കൈകളിലാണ്. ന്യൂയോർക്ക് നൽകിയത് മാറ്റത്തിനായുള്ള ജനവിധിയാണ്. ഒരു പുതിയ തരം രാഷ്ട്രീയത്തിനായുള്ള ജനവിധിയാണ്. നമുക്ക് താങ്ങാൻ കഴിയുന്ന ഒരു നഗരത്തിനായുള്ള ജനവിധിയാണ്. അത് കൃത്യമായി നൽകുന്ന ഒരു സർക്കാരിനായുള്ള ജനവിധിയാണ്. ജനുവരി 1 ഞാൻ ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി സത്യപ്രതിജ്ഞ ചെയ്യും. അത് നിങ്ങളെ കൊണ്ടാണ്. അതിനാൽ മറ്റെന്തിലും പറയുന്നതിന് മുമ്പ് ഞാൻ ഇത് പറയണം: നന്ദി. ഒരു മെച്ചപ്പെട്ട ഭാവി എന്ന വാഗ്ദാനം കഴിഞ്ഞ കാലത്തെ അവശിഷ്ടമാണെന്ന് അംഗീകരിക്കാൻ വിസമ്മതിച്ച് ന്യൂയോർക്കിലെ അടുത്ത തലമുറയ്ക്കാണ് ഏറ്റവും അധികം നന്ദി. ന്യൂയോർക്കിലെ കുടിയേറ്റക്കാരെയും സൊഹ്റാൻ പ്രസംഗത്തിലൂടെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതിങ്ങനെയാണ്: ചെറിയ കടകൾ നടത്തുന്ന യമനികൾ, മെക്സിക്കൻ മുത്തശ്ശിമാർ, ഒപ്പം സെനഗലീസ് ടാക്സി ഡ്രൈവർമാർ, ഉസ്ബക്ക് നഴ്സുമാർ, ട്രിനിഡാഡിയൻ ലൈൻ കുക്കുമാർ, എത്യോപ്യൻ ആൻറ്റിമാർ, ഇങ്ങനെ ഓരോ ന്യൂയോർക്കുകാരും അറിയുക, ഈ നഗരം നിങ്ങളുടേതാണ്, ഈ ജനാധിപത്യവും നിങ്ങളുടേതാണ്. ന്യൂയോർക്കിൽ കൂലി കിട്ടാതെ കഷ്ടപ്പെടുന്നവർക്കും ജീവിത ചെലവ് കൂട്ടിമുട്ടിക്കാൻ കഴിയാത്തവർക്കും എല്ലാവർക്കും വേണ്ടിയാണ് നമ്മുടെ ഈ വിജയമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. ഈ നഗരത്തെ അധ്വാനിക്കുന്ന ആളുകൾക്ക് വീണ്ടും സ്നേഹിക്കാനും ജീവിക്കാൻ കഴിയുന്ന ഒന്നാക്കി മാറ്റാനും നമുക്ക് സാധിക്കും. ഇനി നമുക്ക് ധൈര്യമായി ശ്വാസമെടുക്കാം. നമ്മൾ ഇന്ന് ശ്വാസമെടുക്കുന്നത് പുനർജനിച്ച ഒരു നഗരത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് എന്നാണ് സൊഹ്റാൻ മംദാനി പറയുന്നത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകൾ ഞാൻ ഓർക്കുന്നു: ചരിത്രത്തിൽ വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു നിമിഷം വരുന്നു. അപ്പോൾ നമ്മൾ പഴയതിൽ നിന്ന് പുതിയതിലേക്ക് ചുവട് വയ്ക്കുന്നു. ഒരു യുഗം അവസാനിക്കുന്നു. ദീർഘകാലമായി അടിച്ചമർത്തപ്പെട്ട ഒരു രാഷ്ട്രത്തിൻ്റെ ആത്മാവിന് ശബ്ദം കണ്ടെത്തുന്നു. വൻ വാടകകൾ മരവിപ്പിക്കുക, ബസ്സുകളിലെ യാത്ര സൗജന്യമാക്കുക, നഗരത്തിലുടനീളം സാർവത്രിക ശിശുപരിപാലനം നടപ്പാക്കുക. ഈ ലക്ഷ്യങ്ങൾ നടപ്പാക്കി ന്യൂയോർക്കിലെ ജീവിത ചെലവ് കുറയ്ക്കുന്ന പദ്ധതികളുമായി നമ്മൾ മുന്നോട്ട് പോകും. ഈ പുതിയ യുഗം നിരന്തരമായി പുരോഗതിയുടേതായിരിക്കും. ആയിരക്കണക്കിന് അധ്യാപകരെ നമ്മൾ നിയമിക്കും. ബ്യൂറോക്രസിയിലെ പാഴ്ചെലവുകൾ നമ്മൾ വെട്ടിക്കുറയ്ക്കും. ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുകയും മാനസിക ആരോഗ്യ പ്രതിസന്ധികളെയും ഭവനരഹിതരുടെ പ്രതിസന്ധികളെയും നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി സുരക്ഷാ വകുപ്പ് സ്ഥാപിക്കുകയും ചെയ്യും. ഈ രാഷ്ട്രീയ അന്ധകാരത്തിൻ്റെ നിമിഷത്തിൽ ന്യൂയോർക്കിൽ പ്രകാശമായിരിക്കും. ഇവിടെ നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നിലകൊള്ളുന്നതിൽ വിശ്വസിക്കുന്നു. നിങ്ങൾ ഒരു കുടിയേറ്റക്കാരനോ ട്രാൻസ് സമൂഹത്തിലെ അംഗമോ ഡൊണാൾഡ് ട്രംപ് ഫെഡറൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട നിരവധി കറുത്തവർഗക്കാരിൽ ഒരാളോ പലചരക്ക് സാധനങ്ങളുടെ വില കുറയാൻ കാത്തിരിക്കുന്ന ഒരൊറ്റ അമ്മയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരാളോ ആകട്ടെ, നിങ്ങളുടെ പോരാട്ടം ഞങ്ങളുടേതുമാണ്. ന്യൂയോർക്കിലെ ജൂതർക്കൊപ്പം നമ്മൾ ഉറച്ചു നിൽക്കും. അതോടൊപ്പം ഇനി നിങ്ങൾക്ക് ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കാനും ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനും കഴിയുന്ന ഒരു നഗരമായി ന്യൂയോർക്ക് ഉണ്ടാകില്ല. ഒരുമിച്ച് നമ്മൾ ഒരു തലമുറയുടെ മാറ്റത്തിന് തുടക്കമിടും. എല്ലാത്തിനും ഉപരി ഡൊണാൾഡ് ട്രംപിനാൽ വഞ്ചിക്കപ്പെട്ട രാഷ്ട്രത്തിനായി അയാളെ എങ്ങനെ പരാജയപ്പെടുത്തണമെന്ന് കാണിച്ചു തരാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് അദ്ദേഹത്തിന് വളരാൻ അവസരം നൽകിയ ഈ നഗരത്തിനാണ്. ഒരു സ്വേച്ഛാധിപതിയെ ഭയപ്പെടുത്താൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അത് അയാൾക്ക് അധികാരം സമാഹരിക്കാൻ കാരണമായ സാഹചര്യങ്ങളെ തകർത്തെറിയുക എന്നതാണ്. ന്യൂയോർക്ക് കുടിയേറ്റക്കാരുടെ നഗരമായി തുടരും. കുടിയേറ്റക്കാർ നിർമ്മിച്ച, കുടിയേറ്റക്കാർ ശക്തി നൽകിയ, ഇന്ന് രാത്രി മുതൽ ഒരു കുടിയേറ്റക്കാരൻ നയിക്കുന്ന ഒരു നഗരം. അതുകൊണ്ട് പ്രസിഡന്റ് ട്രംപ്, ഞാൻ ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഞങ്ങളിൽ ആരെയെങ്കിലും അടുത്തേക്ക് എത്താൻ നിങ്ങൾക്ക് ഞങ്ങളെ എല്ലാവരെയും മറികടക്കേണ്ടി വരും. പ്രായമാകാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടും ഞാൻ ചെറുപ്പമാണ്. ഞാൻ മുസ്ലിമാണ്. ഞാൻ ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റാണ്. എല്ലാറ്റിനും ഉപരിയായി ഇതിനൊന്നിനും ഞാൻ ക്ഷമ ചോദിക്കുന്ന ആളുമല്ല. ന്യൂയോർക്കുകാരെ, നമ്മൾ ഒരുമിച്ച് വാടക മരവിപ്പിക്കും. നമ്മൾ ഒരുമിച്ച്
ബസ്സുകൾ വേഗത്തിലോടുന്നതും സൗജന്യവുമാക്കും. നമ്മൾ ഒരുമിച്ച് സാർവത്രിക ശിശുപരിപാലനം നൽകും. നമ്മൾ ഒരുമിച്ച് സംസാരിച്ച വാക്കുകൾ, നമ്മൾ ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങൾ, നമ്മൾ ഒരുമിച്ച് നൽകുന്ന അജണ്ടയായി മാറട്ടെ. ന്യൂയോർക്കുകാരെ, ഈ അധികാരം ഇത് നിങ്ങളുടേതാണ്. ഈ നഗരം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ സംഭവബഹുലമായ ന്യൂയോർക്കിലെ എല്ലാ മേഖലയും സ്പർശിച്ച പ്രസംഗം അവസാനിപ്പിക്കുന്നത്. ലോക മുതലാളിത്തത്തിൻ്റെ എല്ലാമായ അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരത്തിൽ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരാൾ മേയറാകുന്നത് വലതുപക്ഷ രാഷ്ട്രീയത്തിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ട്രംപിൻ്റെ വിമർശകന് എന്നതിനപ്പുറം താൻ മേയറായാൽ നെതന്യാഹു ന്യൂയോർക്കിൽ കാലുകുത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച നേതാവ് കൂടിയാണ് സൊഹ്റാൻ. ഗുജറാത്തിൽ നടന്നത് കൂട്ടക്കൊല തന്നെയാണ്, വംശഹത്യ തന്നെയാണെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ച നേതാവാണ് സൊഹ്റാൻ. അങ്ങനെയുള്ള സൊഹ്റാൻ ന്യൂയോർക്ക് ഭരിക്കാൻ എത്തുകയാണ്. ഇത് ഒരു സാധാരണ തെരഞ്ഞെടുപ്പ് വിജയമല്ല എന്ന് ഉറപ്പിക്കാം. അമേരിക്കയിലാകെ ആഞ്ഞടിക്കുന്ന ട്രംപ് വിരുദ്ധതയുടെ പ്രതിഫലനമാണ് ഇത് എന്ന് പറയാം. സൊഹ്റാന് പുറമെ വെർജീനിയയിലും ന്യൂജേഴ്സിയിലുമെല്ലാം ഗവർണർ തെരഞ്ഞെടുപ്പിലും ജയിച്ചത് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥികളാണ്. ട്രംപിനെതിരായ വികാരം നോ കിങ്സ് പ്രതിഷേധ സമയത്തും നമ്മൾ കണ്ടതാണ്. അതിൽ ഏറ്റവും വലിയ പ്രതിഷേധം നടന്ന സ്ഥലം ന്യൂയോർക്കുമാണ്. അതുകൊണ്ട് തന്നെ സൊഹ്റാന്റെ വിജയം ഉറപ്പായും ഒരു ചെറുത്തുനിൽപ്പാണ്. ട്രംപിന്റെ കിറുക്കൻ നയങ്ങൾക്കെതിരായ അമേരിക്കൻ ജനതയുടെ പ്രതിരോധമാണ്. ഒപ്പം അമേരിക്കൻ രാഷ്ട്രീയത്തിലെ പുതുതലമുറയുടെയും പുരോഗമനപരമായ ആശയങ്ങളുടെയും ഉയർച്ചയുമായാണ് ഈ സൊഹ്റാൻ മംദാനിയുടെ വിജയത്തെ കണക്കാക്കുന്നത്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനലിലോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.